ഹലോ ഗൈസ്, ഐ നീഡ് ടു സേ സംതിങ് അബൌട്ട് ദി ലാസ്റ്റ് വീക്ക് ഓഫ് 2025. എന്താ ഞാൻ പറയാ, വി മെയ്ഡ് ഇറ്റ് വെരി മെമ്മറബിൾ. 2025 ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ എക്സാമിന് ഗ്യാസ് കയറ്റാൻ വേണ്ടി ചില സെന്റൻസ് ഒക്കെ പഠിച്ചു വെക്കില്ലേ. എന്റെ ആൻസർ ഷീറ്റിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു സെന്റൻസ് ആണ്, ഇറ്റ് ഹാസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ദോസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആർ ലൈക്ക് ദി ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ, ബട്ട് ദി മെറിറ്റ്സ് ഔട്ട്വേ ദി ഡിമെറിറ്റ്സ്. അങ്ങനെ ഒരു വർഷമായിരുന്നു 2025. ഒരുപാട് നല്ല മെമ്മറീസ്, നല്ല മൊമെന്റ്സ് 2025 തന്നു. കൂടുതൽ എന്ത് പറയാൻ, ഞങ്ങളുടെ ലൈഫിലേക്ക് ഇസു വന്ന വർഷമാണ് 2025. ലൈഫിലെ ഏറ്റവും വലിയ അൺഫോർഗറ്റബിൾ മൊമെന്റ് ആണത്. അതിന്റെ ഒപ്പം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു വർഷം കൂടിയാണ് 2025. സോ ആ 2025 പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫെയർവെൽ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട്, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്നുള്ള പോലെ ചേട്ടന്റെ ആനുവൽ ലീവ്സും പിള്ളേരുടെ ഹോളിഡേയ്സും എല്ലാം കൂടി സെറ്റായി വന്നു. ചേട്ടന്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു പെൺകുട്ടി വേണം ആഗ്രഹം. ആദ്യം വിളിച്ചപ്പോ ഇത്രയും ദിവസം വന്നു നിൽക്കാൻ ഇവർക്ക് മുടിഞ്ഞ ജാടിയായിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞു ഇസുവിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, എന്തായാലും വന്നേ പറ്റുള്ളൂ, ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാണ് ഇവര് വന്നത്. പിന്നെ പറയണ്ടല്ലോ, 1 വീക്ക് എങ്ങനെയാ പോയെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോയി, മാക്സിന്റെ ഡ്രോൺ പറത്താൻ പോയി. പിന്നെ കുറെ നാൾക്ക് ശേഷം ഞാൻ കുറെ നേരം ഷോപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരാവശ്യമില്ലാതെ കുറെ പൈസ കളഞ്ഞു. വി വാച്ച് സ്ട്രേഞ്ചർ തിങ്സ് ടുഗദർ. വൗ. പിന്നെ അവര് വന്നതിന് ശേഷം ആസ് യൂഷ്വൽ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവരായി അവരുടെ പാടായി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനു ടൈം വേസ്റ്റ് ചെയ്യണം? പിന്നെ എനിക്ക് എപ്പോഴും വീട്ടിൽ ഒച്ച അനക്കം ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ ആഘോഷമൊക്കെ നനഞ്ഞ പടക്കം പോലെ ആവില്ലേ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയണത് എനിക്ക് തന്നെയാ. പിന്നെ ഇതൊക്കെ ആ സ്പിരിറ്റിൽ അങ്ങ് ചെയ്യാ, അത്ര തന്നെ. എല്ലാരും കൂടിയാ പിന്നെ ബഹളേന ശാന്തി. ഒരു സൈഡിൽ കുക്കിംഗ്, വേറൊരു സൈഡിൽ പബ്ജി കളിക്കല്, പിന്നെ ഞങ്ങള് കുറച്ചുപേര് റീൽസ് എടുക്കല്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടി ഒന്നിച്ച് ദംഷരാഡ്സ്, അന്താക്ഷരി. അങ്ങനെ 1 വീക്ക് അടിപൊളിയായി പോയി. ഇവര് വന്നത് എന്തായാലും എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. കാരണം മാക്സിം രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇസുവും തമ്മിൽ യുദ്ധമാ. ഇവളെ ഒന്ന് കൈമാറി പിടിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അടുത്താരും ഇല്ലല്ലോ. പിന്നെ ഇവളെന്റെ ഫേസ് കണ്ട് വെറുത്ത് കിടക്കായിരുന്നു. അപ്പൊ ഇവരൊക്കെ വന്നപ്പോ ഇവൾക്കും അതൊരു ആശ്വാസമായി. അപ്പൊ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലാസ്റ്റ് വീക്ക് ഓഫ് 2025. ഈ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് ജാൻ ഫസ്റ്റ് വീക്ക് തന്നെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ഫ്ലൂ പിടിപെട്ടു. അപ്പൊ എല്ലാവർക്കും കുറച്ച് വൈകിട്ടാണെങ്കിലും ഹാപ്പി ന്യൂ ഇയർ.